ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നേ. ഒരു മൂച്ച് വഴക്ക് കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഗെയിം കളിച്ച ഉടനെ തോറ്റേന് ഇവിടെ ബുടു 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 എന്ന് ആയിരുന്നു ഇവിടെ. ആ ഗെയിം ഡിലീറ്റ് ചെയ്തെന്ന്. ഇന്നിപ്പം ഇത് എത്രയാണ് കിടക്കുന്നത്? ഇതിവിടെ എത്ര കിടക്കുന്നത്? എന്താ ഇങ്ങനെ? ഒരു മിനിറ്റ്. അന്നേരത്തെ ആളല്ല ഇത് കേട്ടോ. ഇപ്പം കണ്ടോ നിൽക്കുന്നേ? വിയർത്തേക്കുന്ന വിയർപ്പുണ്ട്. ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടമായിരുന്നു. അപ്പം ഇന്നലെ റീനാൻറ്റി പറഞ്ഞ് പിന്നെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് 2 ദിവസം കൊണ്ട് ഈ മുഖം അങ്ങ് കറുത്ത് താഴെ പോയി മറിയുന്നതിൻ്റെയാ. അപ്പം റീനാൻറ്റി പറഞ്ഞ് ഉച്ചയ്ക്ക് വിടരുത്, വൈകിട്ടേ വിടാമെന്ന്, വെയിലത്ത്. നിന്റെ ഗ്ലാമർ പോയെന്ന്. ഗ്ലാമർ എന്ന് പറഞ്ഞില്ല, കളറെന്നാ പറഞ്ഞ കേട്ടോ. അയ്യോ എനിക്കാണെങ്കിൽ അങ്ങ് മുമ്പേ അങ്ങ് കണ്ണ് ചൊറിഞ്ഞ് വല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ ഇന്നലെ ഭയങ്കര കാറ്റും മഴയാണ്. അപ്പം ഞാൻ പാത്രങ്ങൾ ബാൽക്കണിയിൽ ഇങ്ങനെ കഴുകി വെച്ചേക്കുമായിരുന്നേ. അപ്പം രാത്രിയിലത്തെ കഴുകിയിട്ട് കൊണ്ടുവെക്കാൻ അങ്ങോട്ട് പോകണേ. നേരത്തെ ഉണങ്ങിയതിങ്ങ് എടുത്തുടനെ ആ പാത്രത്തിൻ്റെയൊക്കെ അടിയിൽ അങ്ങ് ഭയങ്കര പൊടി പോലെ തൊട്ടുണ്ടേ. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ തൂത്ത് നോക്കണേ, കയ്യിലെല്ലാം നല്ല പൊടി. അപ്പം ഞാൻ ചിന്തിച്ച് ഇനി ഒരെണ്ണത്തിനാണ് നോക്കണേ. എല്ലാ പാത്രത്തിൻ്റെയും ഈ കമത്തി വെച്ച് കൊല്ലായിരുന്നു ഉണങ്ങാൻ. ആ പുറകു വശത്ത് ഇങ്ങനെ പൊടി. എന്തുവാ? ആ കാറ്റല്ലായിരുന്നോ? ആ കാറ്റിൽ വന്ന പൊടികളാണ്. പിന്നെ അത് വീണ്ടും എല്ലാം കഴുകിയാൻ വെച്ച് എന്തോ എടുക്കും. അങ്ങനെ നമുക്കത് എന്നെ ഇങ്ങോട്ട് തള്ളിയിടാതെ. എന്തുവാടാ ഞാൻ പറഞ്ഞേ? കാറ്റ്. കാറ്റ് അതുപോലുള്ള കാറ്റായിരുന്നു ഇന്ന്. നാട്ടിൽ എല്ലായിടവും മഴ പെയ്യുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അഞ്ചൽ അങ്ങനെ പെയ്യുന്നില്ലായിരുന്നു. ഇന്ന് പക്ഷെ ഭയങ്കര ഇടിയും മഴയായിരുന്നു എന്ന് പറയുന്നു. റീസൺ ഇനിയും ഗെയിം കളിച്ചിട്ട് അങ്ങനെ ചെയ്യല്ലേ. ഇന്നലെയൊക്കെ നല്ല കുട്ടിയായിട്ട് പാട്ടൊക്കെ പാടിയതല്ലേ. ഇപ്പൊ എന്ത് പാവത്താൻ. എല്ലാരും പറയും അയ്യോ പാവം കുഞ്ഞിന്റെ സ്വഭാവം ഒന്ന് കാണണം ചില സമയത്ത്. എടാ ഞാൻ പറഞ്ഞ വല്ല നിനക്ക് മനസ്സിലായോ? നിന്നെ കുറ്റം പറഞ്ഞ ഞാൻ. കുറിച്ചിക്കുവാന്നോ? ഇന്നലെ ഞാൻ പപ്പ പറഞ്ഞ ഈ സന്ധ്യയാണ് ക്രിക്കറ്റ് കളിക്കാൻ ബോളും കൊണ്ട് പോലെ. ബോൾ എവിടെയെങ്കിലും പോവും അറിയത്തില്ലെന്ന്. ബോൾ എടുത്തോണ്ട് പോയി ബോൾ കൊണ്ട് കളഞ്ഞിട്ടേക്ക് വന്നു. ഇപ്പം എൻ്റെ അടുത്ത് പറ ഞാൻ എന്നാ ബാഡ്മിൻ്റൺ കളിക്കാൻ പോട്ടെ. ഞാൻ പറയും ഞാൻ കോക്കൂടെ എന്നാ ബാറ്റുന്ന കോക്കൂടെ കൊണ്ട് കളയണോ? ഷേഡിൻ്റെ മണ്ടേ പോവും. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെടുന്നതൊക്കെ ഷെയർ ചെയ്യുക. അപ്പം ഇന്നലെ ഗീതേച്ചിയും പറയുക ചോറ് ഒത്തിരി അവോയ്ഡ്. ഇപ്പം ഞാനും ചോറ് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിലും എനിക്ക് വിശപ്പ് അങ്ങനെയില്ല. നിങ്ങൾ വിശ്വസിക്കത്തില്ല, അങ്ങനെയൊന്നും റൈസ് കഴിക്കുന്നില്ല. പക്ഷേ ഈ വണ്ണം എന്താ ഇനിയിപ്പോൾ ഈ കഴിഞ്ഞിടെ ഇപ്പം ഞാൻ ഒന്നുകൂടി ഇച്ചിരി വണ്ണം വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം ഈയിടെ കുറേ മെഡിസിൻസ് ഒക്കെ തന്നില്ല. ഇനി അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആണോ എന്തുവാന്ന് അറിയത്തില്ല. പക്ഷെ വിശപ്പ് അങ്ങനെ ഇപ്പോഴും നന്നായിട്ടില്ല. എല്ലാം ഒരു രോഗത്തിന് തരുന്നത് മറ്റൊരു രോഗം ഉണ്ടാവും. കഴിവതും മെഡിസിനൊക്കെ ഉപയോഗിക്കാത്തേ നല്ലത്. എന്തോ ചെയ്യാനാ, മനുഷ്യനായി പോയില്ലേ, ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? എന്തുവാടാ വിട്. വേണ്ട ഞാൻ നിർത്താൻ പോവാ. പിന്നെ ബായ്. ഇനിയും പറ ബായ്. ഇപ്പം വീഡിയോയിൽ പോവും. നീ എവിടെ പോവാ? ഇവിടെ ഇരിക്കുക. അച്ഛാ ഇനി വീഡിയോയിലോട്ട് പോവാന്ന് പറയാമല്ലേ? ഓക്കെ. ബന്ധാക്ക്. എന്നോട് കഴിഞ്ഞ ദിവസം നിഷ അലക്സ് പറഞ്ഞായിരുന്നു ചേച്ചി ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി എന്നിടണേന്ന്.
ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. പിന്നെ നിഷ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്ന് കാണിക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണ, ഓയിലാണേ ഓയിൽ. എന്നിട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ജീരകവും, കറിവേപ്പിലുണ്ടേ വരുന്നുണ്ട്. കറിവേപ്പില എൻ്റെ അങ്ങനെ ഇല്ല. ഇത്രയും വെളുത്തുള്ളി വട്ടത്തിലിടുന്നത്. ഒരു 2 സവാള, ഇത്തിരി അങ്ങ് വഴളണമെന്നൊന്നുമില്ല ഉള്ളി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ഇച്ചിരി കൂടി ഇട്ടോ, 1.5. ഇതിലേക്ക് ഇനി ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ, മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോ കേട്ടോ. ഇനി ഇത് ഇത്തിരി തീ ഒന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചട്നിയായി ടൊമാറ്റോ ചട്നി. അതിവിടെ പിള്ളേർക്ക് ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അരിഞ്ഞെടുക്കുന്ന താമസമുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ അടച്ചിടുന്ന ഉടനെ അതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങ് നന്നായി ഇറങ്ങി വരും. അപ്പം കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുക മാങ്ങ ഇട്ട ഒരു തോരൻ, മീൻ തോരൻ. അതും മത്തി, ചെറിയ മീനാണെങ്കിൽ ഒരു മാങ്ങ ഇട്ട് വെക്കണമെന്ന്. എൻ്റെ കയ്യിൽ ഇരുമ്പമ്പുളി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരിഞ്ഞ്. അത് പിന്നെ കാണാൻ എടുക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം പോയണേ ഒരു മാങ്ങ വാങ്ങിച്ച്, അപ്പോൾ അതിട്ട് നിന്ന് തോരൻ വെക്കാമെന്ന്. മീനൊക്കെ മത്തിയായിരുന്നു, അതൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടി കഴുകിയെല്ലാം എടുത്ത് വെച്ചതാണ്. ഇനി ഇങ്ങനെ പീസാക്കിയിട്ട് ഒന്നുകൂടെ ഞാൻ വെള്ളത്തിലോട്ടാണ് വെട്ടിയിട്ടേക്കുന്നത്. എന്നിട്ടൊന്ന് കഴുകി വാരി എടുത്താൽ മതി. വാളയും മാങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ഇതിൽ അരിഞ്ഞും ചേർക്കാം, കുറച്ച് അരയ്ക്കുന്ന അരപ്പിലും. ആ മറ്റേ കൊച്ചൊന്നില്ലായിരുന്നോ ഏടാ? ഇത്രയും അരയ്ക്കാൻ ചേർക്കുന്നുണ്ട്. ബാക്കിയും കൂടെ അരച്ച് 2 പ്രാവശ്യമായിട്ട് അരച്ചത്. ഇന്ന് ഇച്ചിരി മുളക് പൊടി കൂടുതലായിപ്പോയി. ഞാൻ മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ ഇന്ന് ഇച്ചിരി മുളക് പൊടിയായിപ്പോയി. ഇനി ഇതിലേക്ക് ഉപ്പും, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മുളക് പൊടി മതിയോ? ഇച്ചിരി കൂടെ. ഇനി ഇതിൻ്റെ അകത്ത് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഇതിപ്പോൾ മാങ്ങായും ഉള്ളിയും ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കൈ കൊണ്ട് ഞെവിടിയിട്ടുണ്ട്. കറിവേപ്പില ഇച്ചിരി പച്ച നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ കയ്യിൽ കറിവേപ്പില കിട്ടുവാണെങ്കിൽ ഇച്ചിരി കിട്ടും, അല്ലെങ്കിൽ ഇല്ല. നമ്മളിപ്പം മസാലയായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഇപ്പം കറിവേപ്പില ചില കടകളിൽ കറിവേപ്പിലയ്ക്ക് ക്ഷാമമാണെങ്കിൽ നമ്മൾ 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ ചോദിച്ചാൽ അവർ അങ്ങനെ തരത്തില്ല. അവർ ഈ മസാല കൊടുക്കുന്നവർ, അതായത് നമ്മളിപ്പം 10 രൂപയുടെ അങ്ങനെ മസാല വാങ്ങിക്കുക. അതിൻ്റെ അകത്തൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, ഒരു 3-4-5 തണ്ട് കറിവേപ്പില, 1-2 ഇതൾ മല്ലിയില, ഇത്രയുമാണ് അവർ മസാലയ്ക്കകത്ത് തരുന്നത്. അപ്പോൾ അങ്ങനെ മസാല വിൽക്കാതിരിക്കുന്നവർ നമ്മൾ സെപ്പറേറ്റ് ചോദിക്കുവാണെങ്കിൽ കറിവേപ്പില തരത്തില്ല. ചുരുക്കം ചില സമയത്തേ കിട്ടത്തുള്ളൂ. അത് ചില സമയത്ത് നല്ലത് കിട്ടും, ചില സമയത്ത് ലേല വലിയതായിട്ടുള്ള ഒരു മണമില്ലാത്ത കറിവേപ്പിലയായിരിക്കും. ആ സമയത്ത് ഇച്ചിരി മണം കാണും, പിന്നെ അത് മണം കാണത്തില്ല. ചിലതുണ്ട് നല്ല മണമായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ആ മീനൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാങ്ങായ്ക്കകത്തുനിന്നൂടെ വെള്ളമൊക്കെ ഇറങ്ങും, അതനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. കൊച്ചുമോനിവിടെ, പ്രൈസമ്മോനിവിടെ ഇതിൻ്റെ പീരയാണ് തിന്നുന്നത്. അവന് ഞാനേ എടുത്തു കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റത്തില്ല.
മീൻതോരം ഉണ്ടെങ്കിൽ ഞാൻ ആ വാലിൻ്റെ അവിടെയൊക്കെ എങ്ങനെയും ഒക്കെ ഇച്ചിരി ഒന്ന് നമുക്ക് മനസ്സ് വരത്തില്ലല്ലേ, മക്കളെ കഴിച്ചില്ലെന്ന് പറഞ്ഞാലും അവർ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞാലും കഴിച്ചില്ലെങ്കിൽ ഒരു വല്ലാത്ത വിഷമമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ മീനൊക്കെ ഉള്ള സമയത്ത് അവന് വാരി കൊടുക്കും. അപ്പോൾ ആ വാലിൻ്റെ അവിടെ നിന്ന്. പക്ഷേ പോൾമോൻ കുഞ്ഞിലെ ഈ പ്രായത്തിലൊക്കെ നന്നായി മത്തിയൊക്കെ കഴിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ തുണിയൊക്കെ അങ്ങ് വിരിക്കാനിട്ട് അപ്പോഴത്തേക്കിന് ആശാനൊക്കെ കുളിയും പോട്ടെ കളി കഴിഞ്ഞിട്ട് വന്ന്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് വിയർത്ത് കുളിച്ചാൽ വന്നത്. ഇച്ചിരി ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കൊക്ക നല്ല ഇങ്ങനെ ക്ഷീണിച്ച് വരുന്ന ഉടനെ ഞാൻ പറഞ്ഞ ഇച്ചിരി ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ഇതാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് തലയൊക്കെ തോർത്തിയിട്ട് അവിടെ പിടിച്ചിരുത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കുളിപ്പിക്കാനായിട്ട് എണ്ണ തേപ്പിച്ച് വിട്ടിട്ടുണ്ട്. പോയാലും ഞാൻ ചെല്ലണം, കാരണം അവൻ കുറച്ച് സ്ഥലത്ത് വെള്ളം വീഴത്തില്ല. അവൻ നിന്നിങ്ങനെ സോപ്പിട്ട് നിൽക്കും. പിന്നെ ഞാൻ തലയൊക്കെ കഴുകിപ്പിച്ച് വിടണം. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മീൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പം നമ്മുടെ മീനൊക്കെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനതിപ്പം ഇച്ചിരി വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഓഫാക്കിയിട്ടിട്ടുണ്ട്. അപ്പം പിന്നെ കാബേജ് തോരനോട് വെക്കുന്നുണ്ട്. അപ്പോൾ കാബേജിന് ഞാൻ കാബേജൊക്കെ അരിഞ്ഞു. പിന്നെ അതിൽ ഇച്ചിരി ഇഞ്ചി ഞാൻ മൊത്തം അങ്ങ് സ്കിൻ കളഞ്ഞില്ല, കുറച്ച് എത്രയും വേണമോ അത്രയും അരിയുന്നിടം വരെ നമുക്ക് കാബേജിന് വേണ്ടി അത്രയുമേ ഞാൻ സ്കിൻ കളഞ്ഞുള്ളൂ. ബാക്കി അതുപോലെ വെച്ചിട്ടുണ്ട്. രാവിലെ ചായ ഉണ്ടാക്കാൻ നേരം റേച്ചാൻ എപ്പോഴും ചായക്കകത്ത് ഇഞ്ചി വേണം. അപ്പം ഞാനങ്ങനെ സ്കിൻ കളയാതെ തന്നെ ബാക്കിയുള്ള ഇഞ്ചി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി ചേർക്കുന്നത് കൊണ്ട് നമുക്കേ ആ ഒരു ഉമിഞ്ഞ സ്മെല്ല്, കാബേജിൻ്റെ സ്മെല്ല് കാണത്തില്ല. പിന്നെ ഒരു ടേസ്റ്റ്, നല്ലൊരു മണവും ടേസ്റ്റും കാണും. ഇപ്പോഴത്തെ ഈ ചൂടും ഇതെല്ലാം സഹിക്കാൻ വയ്യ. നമ്മൾ എന്തിക്കും ഇതേമേ ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നെന്ന്. 1-2 ദിവസം മഴ പെയ്താൽ കുഴപ്പമില്ല, നമ്മളങ്ങ് സഹിക്കും. പിന്നെ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ പറയോ ഈ മഴയൊന്ന് തോന്നാൽ മതിയായിരുന്നു. തുണി വിരിക്കാൻ പ്രയാസം, ഉണങ്ങാൻ പ്രയാസം. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ട്, വീട്ടിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ചായയും കുടിച്ച് മഴയെ നോക്കി ഇരുന്നാൽ മതി. പക്ഷേ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മഴയത്ത്. എനിക്കാണെങ്കിൽ മഴ കാണാനിഷ്ടമാണ്, മഴയത്തിറങ്ങി നടക്കുന്നത്. നമുക്ക് മീൻസ് ഒരു ടൈം പാസിന് വേണ്ടി നടക്കാനും ഇഷ്ടം. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും മൊത്തം നനഞ്ഞൊലിച്ച് ഡ്രസ്സെല്ലാം ഇതാവത്തില്ലേ, അതെനിക്കിഷ്ടേ അല്ല. അപ്പം ചൂടായതുകൊണ്ട് ഇപ്പം ചിന്തിക്കും ഒരു മഴ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന്. അപ്പം ഞാൻ തോരൻ അടപ്പത്ത് വെച്ചിട്ടൊരു സാമ്പാറോട് വെക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ വെക്കുന്നതിന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് വിജി സാമ്പാർ വെക്കുമ്പം ഞാനിപ്പോൾ മസാലകളെല്ലാം മൂപ്പിച്ച് ഇങ്ങനെ ഒറ്റയടി കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് 2 വിസിലടിക്കുമ്പോഴത്തേന് നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ ലാസ്റ്റ് കടുക് വറുത്താൽ മതിയല്ലേ. അപ്പോൾ ഇതിന് മുമ്പിട്ടൊക്കെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. ആദ്യം ഞാൻ കഷ്ണങ്ങളും മഞ്ഞളും ഉപ്പും ഇട്ട് കുക്കറി വേവിക്കും. പിന്നീടാണ് ഞാൻ വേറൊരു പാത്രത്തിലോ കുക്കറിലോ ആക്കിയിട്ട് അത് ഞാൻ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ചേർത്തിട്ട് ലാസ്റ്റിൽ പുളിവെള്ളമൊക്കെ പിഴിഞ്ഞ് കടുക് വറുത്ത് ചേർക്കും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും വിജി, അപ്പോൾ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയും ചെയ്യും, ഇതാകുമ്പോൾ നമുക്ക് ഈസി മെത്തേഡ് പെട്ടെന്ന് അങ്ങ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഇതങ്ങ് ചെയ്തയാന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ അന്നേരം ആ മെത്തേഡിൽ ചെയ്യാമെന്നും പറഞ്ഞാൽ ആദ്യം ഇരുന്നേ. പിന്നെ ചിന്തിച്ച് കാരണം ഇത്രയും നേരം നിന്ന് ചൂട് കാരണം എനിക്ക് സഹിക്കാൻ വയ്യ, അങ്ങ് പോയി കുളിച്ചാൽ മതി, വെള്ളം കോരി ഒഴിച്ചാൽ മതി എന്നുള്ളൊരു പ്രതീതിയായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഇതുപോലെ അങ്ങ് ചെയ്ത് 2 വിസിൽ എല്ലാം ചേർത്ത് 2 വിസിലടിക്കുമ്പോൾ കാര്യം റെഡിയായല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കാബേജൊക്കെ തോരൻ റെഡി ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് കാബേജ് പാത്രത്തിലെടുത്ത് ഇപ്പോഴേ അങ്ങ് മാറ്റി അത് തണുത്തതിന് ശേഷം അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇന്നത്തേക്കിനുള്ളത് വെളിയിലും വെച്ച്. അപ്പോൾ ഇതുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആൻറ്റി പറഞ്ഞായിരുന്നു ബോർവിലി സൈഡിൽ അവിടെ ഈ നൊങ്ക് 100 രൂപയ്ക്ക് 10 എണ്ണമൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ റേച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിൽ അവരിങ്ങനെ വെച്ചേക്കുക, അല്ലാതെ നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ട് ചന്നേരം തരുമല്ലോ, ഒരു ഇലയ്ക്കകത്ത് ഇങ്ങനെ വെച്ചേക്കുവാന്ന്. അതിൽ ചിലത് മുറ്റിയതാണ്. ആ വലുതുണ്ടല്ലേ, ഇതിനെ കുഴപ്പമില്ലായിരുന്നു, വലുത് ഞാനങ്ങ് തിന്നു. അല്ലാതെ ഇവർക്കൊന്നും അത് അത്ര താല്പര്യത്തില്ല. ഒരിച്ചിരി തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഞാനന്ന് വാങ്ങിച്ചത് 6 പീസ് 140 രൂപ. അപ്പോൾ ഇനിയത്തേത് എൻ്റെ പ്രൈസമ്മോൻ രാത്രി
കിടന്നുള്ള വേല കണ്ടോ. This house. That was amazing. Oh, wonderful performance. Was that a song? Mamma mia, you get the soap for free. Wait. What? Are you serious right now? No. There is a rule of Burger King or Whopper. There's a rule of that whoever sings the Whopper song without any disturbance, not the until middle, that's good pushing, whatever you say, you'll get the shot. Are you kidding me? I'm really shocked. Aha, this is the correct one. Hi, welcome to McDonald's. What do you want? Food. Can we get a 1, 2, 3? What? 1, 2, 1, 2, 3. What do you want, sir? The soup. I cannot hear. What are you saying? ഞാനവിടെ കട്ടിലേ കിടന്ന് എടുക്കുന്നത് ആൾ അറിഞ്ഞേ ഇല്ല, ഈ നിമിഷം വരെ അറിഞ്ഞിട്ടില്ല. ഇതാ പരിപാടി. ചില സമയങ്ങളിൽ എന്തോ കാർട്ടൂണിൻ്റെ സ്റ്റോറി ഇരുന്ന് പറയുക. ഫാൻ ഇട്ടിട്ടുണ്ട്, അതാ ഈ പടപടാ സൗണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ശരിക്കും എടുക്കാനായിട്ട് ഇരുന്നായിരുന്നു. അപ്പോഴത്തേക്കിന് കണ്ടാ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ് ഭയങ്കര പാട്ടായിരുന്നു. അപ്പോൾ പാട്ടാണെങ്കിൽ ചരിഞ്ഞ് കിടന്ന് ഇങ്ങനെ ഒന്ന് പൊസിഷൻ മാറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അല്ലാതെ വെർട്ടിക്കലി അല്ലാതെ സ്ട്രെയിറ്റ് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അവൻ ചിന്തിക്കും ഞാൻ വീഡിയോ നോക്കുവോ കമൻ്റ് ഇടുവോ അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.